ഹായ് ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞത് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ളൊരു കറിയാണ് അല്ലേ, കോഴി പാർട്സിൻ്റെതൊക്കെ. പക്ഷെ ഇത് കറിയല്ല കേട്ടോ, ഇത് നമ്മൾ പൊരിച്ചെടുക്കൂലേ, ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ഇതാട്ടോ, സൂപ്പറാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോഴി പാർട്സൊക്കെ വാങ്ങിച്ചെടുക്കണം. അതിൻ്റെ കോഴിമുട്ട ഉണ്ടല്ലോ ചെറിയത്, അത് മാറ്റിയെടുക്കണം കേട്ടോ. മറ്റ് എല്ലാം കൂടി കലർന്നത് പൊട്ടിപ്പോവും. അപ്പം മുട്ടയൊക്കെ നമുക്ക് നന്നായിട്ട് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കട്ടോ. പിന്നെ നമ്മൾ കറിയിലിട്ടാൽ ചിലപ്പോൾ നമ്മൾ ഈ കുടലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്തെടുത്തുകയാണെങ്കിൽ കുടലൊക്കെ അടിപൊളി ടേസ്റ്റാട്ടോ, നല്ല അടിപൊളിയാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ അതിനൊക്കെ ഇഷ്ടമുള്ളതിൻ്റെ കൂടെയൊക്കെ കൂട്ടാം. പിന്നെ എന്താ പറയുക, ഗ്രേവി ഉണ്ടാവില്ല, ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷെ അപ്പം നല്ലൊരു ടേസ്റ്റുമാണ്. അങ്ങനത്തെ കോഴിമുട്ടൊക്കെ ഇതാ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് ക്ലീനാക്കി എടുക്കാം. ക്ലീനൊക്കെ ആക്കി കക്കം കുടലൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ട് ഈ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള അതൊക്കെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടാണ് ഇതിൽ നമ്മൾ മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു സ്പൂണും പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചതുക്കിയിട്ട് കൊടുത്താലും മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തുകൊണ്ട് ഇത്തിരി വെള്ളം വേണം കേട്ടോ, മറ്റത് അടി പിടിച്ചു. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ കോഴിമുട്ട ഇട്ട് കൊടുത്താൽ മതി. മറ്റ് കോഴിമുട്ടയും കൂടി ഇട്ടുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കോഴിമുട്ട പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കോഴിമുട്ട അതിലിട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കോഴിമുട്ട പൊട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് നമുക്കിത് ഒരു കോഴി പാർട്സിൻ്റെ വേവ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടാൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം ഒഴിക്കാത്തത്. അപ്പോൾ നിങ്ങൾ നന്നാക്കുന്ന സമയത്ത് വെള്ളം കുറവാണ്, വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ അതുപോലെ വറ്റി വരും. എന്നിട്ടത് വെന്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചങ്ങാണ്ട് വേവിച്ചിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിങ്ങാണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കട്ടോ. നന്നായിട്ട് കക്കും കരളും എല്ലാം നന്നായിട്ട് വെന്ത് വരണേ. വെന്ത് വന്നതിന് ശേഷം കണ്ടോ, ഞാൻ രണ്ടാമത് വെള്ളം പാർന്ന് വേവിച്ചതുകൊണ്ടാണ് ഇത്തിരി വെള്ളം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീ കത്തിക്കുന്നതിന് മുന്നേ തന്നെ അതിൽ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. അതേമാതിരി ക്രഷ്ഡ് മുളകില്ല അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ രണ്ടും കറിവേപ്പിൻ്റെ ഇല്ല മുളകും ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തീ കത്തിച്ച് കൊടുത്ത് സിമ്മിലിട്ടൊന്ന് മസാലപ്പൊടി ഒന്ന് മൂത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കോഴി പാർട്സ് ഇട്ട് കൊടുക്കട്ടോ. പാർട്സ് വെള്ളം ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് അതിൽ കിടന്ന് ഡ്രൈ ആയിട്ട് വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി, വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി അടിപൊളിയായിട്ട് എടുക്കട്ടോ. നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്തോ, ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റ്. അതിൻ്റെ എന്താ പറയുക, കുടലൊക്കെ പൊടിഞ്ഞിട്ടുള്ള ഇതൊക്കെ മസാലയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്തോ. അതുപോലെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.